ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മിക്സ് ദാൽ വെച്ചൊരു കറിയാണ്. ഒരു 5 വകയാണ് പരിപ്പ് പയർ വർഗ്ഗങ്ങളാണ് ഇതിലുള്ളത്. ഞാനിപ്പോൾ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവയൊന്ന് വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകിയ ശേഷം ഒരു 4-5 മണിക്കൂർ കുതിരാൻ വെക്കാം. കുതിർന്നതിന് ശേഷം നമുക്ക് ഇവയൊക്കെ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. 3 വറ്റൽമുളകും കുറച്ച് വെളുത്തുള്ളിയും ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവയെല്ലാം ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഞാനിപ്പോൾ എല്ലാം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അരച്ചെടുത്ത അരപ്പെല്ലാം നമുക്ക് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ എല്ലാം വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, പിന്നെ ഒരു 3 സ്പൂൺ കണക്കാക്കി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് 3 നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചീനിച്ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടിയ ശേഷം നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ സവാള അരിഞ്ഞതാണ്. കൂടെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി കിട്ടുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് അപ്പത്തിനോടും ദോശയോടും ഇഡ്ഡലിയോടൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. സവാളയിലിപ്പം വാടി വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ആച്ചിയുടെ കുഴമ്പ് മസാലപ്പൊടിയാണ്. അതൊരു 3 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിനായിട്ട് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് കുറച്ചിട്ടേക്കാം. ഇവയെല്ലാം നമുക്ക് എണ്ണയിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ആച്ചിയുടെ മസാലപ്പൊടി കിട്ടിയില്ലെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ജീരകപ്പൊടിയും പെപ്പർ പൊടിയും കൂടെ ചേർത്താൽ കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഒഴിച്ച ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കറി ചെറുതായിട്ട് തിളച്ച് വരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അരച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങയുടെ അളവ് വളരെ കുറച്ച് വേണം ചേർക്കാൻ. ഞാനിപ്പോൾ 3 സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കറിയൊക്കെ ഇപ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്താണ് നമ്മൾ ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഉണ്ടകളൊക്കെ ചേർത്ത് കൊടുക്കാൻ. വീണ്ടും നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഉരുളകൾ നമ്മൾ വേവിച്ചതാണെങ്കിലും മസാല നല്ലതുപോലെ പിടിക്കാനാണ് വീണ്ടും തിളപ്പിക്കുന്നത്. ഇനി നമുക്ക് ഒരു 2 സ്പൂൺ കണക്കാക്കി കുറച്ച് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഒഴിക്കാവൂ. തക്കാളിയുടെ പുളി അനുസരിച്ച് നമുക്ക് ഈ കറിയിൽ പുളി ഒഴിക്കുന്നത് ഒഴിവാക്കേണ്ടി വരും. പുളിയുള്ള തക്കാളിയാണ് നമ്മൾ ചേർത്തതെങ്കിൽ പുളി ആവശ്യമില്ല. ഞാനിപ്പോൾ പുളിയില്ലാത്ത 2 തക്കാളിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് പുളി കൂടി ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ വറ്റി ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇപ്പോൾ നമ്മുടെ മിക്സ് ദാൽ ഉണ്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.